ഹേ ഗൈസ്, വെൽക്കം ടു ട്രാവൽ വ്ളോഗ്സ്. ഇന്ന് നമ്മൾ നമ്മുടെ വ്ളോഗിന് വേണ്ടി വാങ്ങിച്ചൊരു സാധനം അൺബോക്സ് ചെയ്യാൻ പോവാണ്. നമ്മുടെ മൈക്ക് ഞാൻ എടുത്തോട്ട് കൊണ്ടുവന്ന് കാണിക്കാം. ഇത് വയർലെസ് ലാവിലിയർ എന്ന് പറയുന്നൊരു 4-in-1 മൈക്കാണ്. അപ്പോൾ ഇന്ന് നമ്മളിത് അൺബോക്സ് ചെയ്ത് നോക്കാൻ പോകണം. പക്ഷേ ഞാൻ നേരത്തെ അൺബോക്സ് ചെയ്തത് നമ്മുടെ കഴിഞ്ഞ വ്ളോഗിൻ്റെ ലാസ്റ്റിലത്തെ ക്ലിപ്പ് എടുക്കാൻ നേരം എനിക്ക് ആവശ്യം വന്നായിരുന്നു. അപ്പോൾ എന്തായാലും എന്താ ഒരു എക്സ്പീരിയൻസ്. അപ്പം ഇത് വരുന്നതെന്ന് പറയുന്ന ഇങ്ങനൊരു ബോക്സിലാണ്. കൂടുതൽ മാനുവലും ഉണ്ട്. അപ്പം ഈ മാനുവലിൽ എങ്ങനെ കണക്ട് ചെയ്യണമെന്ന് ഇതൊക്കെ ഉണ്ട്. അത് ഞാൻ പറയാം, ഞാൻ വായിച്ചു നോക്കിയത്. എനിക്ക് ഒരു സാധനം കൂടെ മാത്രമേ എത്തി നോക്കാവുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ഒരു നല്ലൊരു പാക്കിംഗ് ഉള്ള ബോക്സിലാണ് വരുന്നത്. മറ്റേ കാർബൺ ഫൈബറിൻ്റെ ഡിസൈനൊക്കെയാണ് മണ്ടയ്ക്ക് കൊടുത്തിരിക്കുന്നത്, കാര്യമില്ല. അപ്പോൾ ഇതാണ് ഇതിനകത്ത് വരുന്ന സാധനങ്ങൾ. ഒരു റിസീവർ കാണിച്ചു. റിസീവർ ഞാൻ ക്യാമറയുടെ ഫ്രണ്ട് കാണാത്തതുകൊണ്ട് ഇവിടെ ഫോണിൽ ഇതാക്കി വെച്ചേക്കും. ഒരു റിസീവർ വരുന്നുണ്ട്. കേട്ടെ, ഒരു USB-C 2A ഇത് വരുന്നുണ്ട്, OTG കേബിള്. പിന്നെ രണ്ട് മൈക്കിൻ്റെ മറ്റേ മണ്ടയ്ക്കത്തെ ഒരെണ്ണം വിൻഡിന് മറ്റേ ഇത് വിൻഡ് പ്രൂഫായിട്ടുള്ളതും ഒന്ന് നമ്മുടെ നോർമൽ ഫോമും. അപ്പം പിന്നെ വരുന്ന രണ്ട് ട്രാൻസ്മീറ്റേഴ്സാണ്. ഇതേപോലത്തെ രണ്ട് ട്രാൻസ്മീറ്റേഴ്സ് വരുന്നുണ്ട്, കാണാമായിരിക്കും. ഒന്നീ ഞാൻ മറ്റേ നോർമലായിട്ടേക്കുന്നത്, ഒന്നീ ഞാൻ മറ്റേ വിൻഡിൻ്റെ ഇതായിട്ടേക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വരുന്നത്. പിന്നെ രണ്ട് ചാർജറും ഉണ്ടായിരുന്നു, അത് ഞാൻ അടുത്തുള്ളി വെച്ചു. അപ്പോൾ ഇനി ഇത് ഇങ്ങനെ പെയർ ചെയ്യണം. ഇത് പ്ലഗ് ആൻഡ് പ്ലേ ആണ്. ഒന്നാമത്തെ കാര്യം ഞാനിത് തൽക്കാലത്തേക്ക് ഇങ്ങോട്ട് വെക്കുവാണ്. അപ്പം ആദ്യം നമുക്ക് ഇത് ഓണാക്കാം. അപ്പം ഇതിൻ്റെ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. അപ്പം ഞാൻ ആ ബട്ടൺ പ്രസ് ചെയ്യാൻ പോവാം. അപ്പോൾ ഇത് ഓണായി. ഇതിപ്പോൾ പെയറിംഗ് മോഡിൽ വീണിരിക്കുകയാണ്. കാണാം നിങ്ങൾക്ക്. ഫോക്കസ് ചെയ്തോട്ടെ. ഓക്കെ, ഇപ്പോൾ പെയറിംഗ് മോഡിൽ വീണിരിക്കുകയാണ്. ഇനി നമ്മൾ ഞാനിപ്പോൾ താൽക്കാലികമായിട്ട് ഇതെടുക്കാൻ പോവുക. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ഇവിടെ ബാക്കിൽ ഒരു ബട്ടൺ ഉണ്ട്. ഇതിൻ്റെ ട്രാൻസ്മിറ്റർ. നിങ്ങൾക്കിപ്പോൾ കാണാം, ഇത് ഓണായിട്ടുണ്ട്. ഇത് ഓണായി കഴിഞ്ഞപ്പോൾ തന്നെ ഇതുമല്ല റെഡും ഗ്രീനും കത്തും. അപ്പം ഇപ്പോൾ ഇത് രണ്ടും പെയറായിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോൾ നമ്മുടെ നോർമൽ മൈക്കിൽ നിന്നുള്ള സൗണ്ടാണ് വരുന്നത്. മറ്റേത് ഓണാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കാവും. ഇതിനി ഞാൻ വിത്ത് കുത്താൻ പോകാം. അപ്പോൾ വിത്ത് വരുമ്പോൾ ഈ പോയിൻ്റ് ആണെങ്കിൽ ഫോണ് നമ്മുടെ ഈ ഐഫോണിന് ഇപ്പോൾ C വരുന്നുണ്ടല്ലോ, C വരുന്ന ഫോൺ അതും ഇതും. പിന്നെ ലൈറ്റ്നിങ്ങും വരുന്നുണ്ട്. ഇത് ക്യാമറയ്ക്കുള്ള ഓക്സിലറി പിൻ, ക്യാമറയ്ക്ക് മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അപ്പം ഇനിയിപ്പോൾ ലാപ്ടോപ്പിലോ അങ്ങനെ വല്ലതും കണക്ട് ചെയ്യണമെങ്കിൽ C ഉപയോഗിച്ച് തന്നെ കണക്ട് ചെയ്യണം. അതിനാണ് ഇവർ C2 OTG നമുക്ക് തന്നിരിക്കുന്നത്. ഇങ്ങനെ കൊടുത്ത് ലാപ്ടോപ്പിലും ഇതിലൊക്കെ കൊടുക്കാം. അപ്പോൾ ഇനി ഇതിപ്പോൾ ലാപ്ടോപ്പിലോട്ട് ക്യാമറ കുത്തിയിട്ടുള്ള ഇത് നമുക്ക് നോക്കാം. ഇൻസ്റ്റന്റ് പെയറിംഗ് ആണ്. ഇപ്പോൾ വോയിസ് വരുന്ന വ്യക്തിന്ന ഇത് ASMRന് കൊള്ളാമെന്ന് നോക്കാം. ഇതൊക്കെ ഒരു രസമല്ലേ. പിന്നെ അറ്റ് എ ടൈം രണ്ടും കൂടി ഒരേ സമയം ഒന്ന് സംസാരിച്ച് നോക്കാം അങ്ങനെ ഉണ്ടെന്ന്. എനിക്ക് തോന്നുന്നില്ല വലിയ ഗുണമുണ്ടെന്ന്. പക്ഷെ എങ്ങനെയാന്ന് നമുക്ക് വോയിസ് എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചു നോക്കിയിട്ട് ഞാൻ
ഇപ്പം രണ്ടും ഓണായി. ഒരെണ്ണത്തിന് ഞാൻ നോയിസ് റിഡക്ഷനിലേക്കും ഒരെണ്ണത്തിന് നോർമൽ ലെവത്തിലേക്കും. അതൊന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്യണം എനിക്ക്. ഒറ്റ മിനിറ്റ്. തൽക്കാലം ഇതെടുത്തൊന്ന് ഇങ്ങോട്ട് തന്നെ വെക്കാം. നമുക്ക് തിരിച്ച് വർക്ക് ചെയ്യുന്ന മൈക്ക്. എന്നിട്ട് യൂസർ മാനുവൽ എടുത്തിട്ട് ഈ സൈഡിൽ ഇതിനകത്തുള്ള ലാപ്ടോപ്പിൻ്റെ കോമ്പാറ്റബിലിറ്റി ഡിവൈസ് പ്ലഗിൻ പ്ലീസ് യൂസർ. ഓക്കെ, അത് വിടുക. ഹെഡ്ഫോൺ ജെക്ക് ക്യാമറ. Okay, camera the receiver about just plug in directly into the mic to record generate the sound of the built-in speaker of the camera is very poor. This is not the reason for the mic. Please import the video to the computer for playback. If there is still no sound after the microphone system is connected, please set up the. When the audio input of the camera is too loud, it may cause distortion of sound quality. Please reduce the input audio level. Okay. അപ്പോൾ നമുക്കിനി അതൊന്ന് നോക്കണം. ഞാൻ അതൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് വരാം. ക്യാമറയുടെ ഇൻപുട്ട് ഓഡിയോയുടെ ഇത് എങ്ങനെയായിരിക്കുമെന്ന് അതൊന്ന് കുറച്ച് നോക്കട്ടെ. കീ എന്നുള്ള സൗണ്ട് പോകുമെന്ന്. ഫസ്റ്റ് ടൈം മൈക്ക് കണക്ട് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ. അപ്പോൾ ഗൈസ്, മൈക്കിൻ്റെ ടെസ്റ്റിംഗ് എല്ലാം ചെയ്തു. പക്ഷെ ആ ക്ലിപ്പ് പോരെന്ന് തോന്നിയത് കൊണ്ടാണ്. എനിക്കൊന്ന് ക്യാമറയുടെ ഇഷ്യൂ ആവാം. എൻ്റെ ക്യാമറ കണക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു കീ എന്ന് പറഞ്ഞൊരു ബീപ്പ് കേൾക്കുന്നുണ്ട് എനിക്ക്. അപ്പോൾ ഇതുകൂടെ ഒന്ന് സൈഡ് ബൈ സൈഡ് ആയിട്ട് കമ്പയർ ചെയ്യാന്ന് വെച്ച് ക്യാമറയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തുണ്ട്. അപ്പോൾ ക്യാമറയുടെ കമ്പാരിസണും കാണും, ഇതിൻ്റെ രണ്ട് സൈഡ് ബൈ സൈഡ് കമ്പാരിസണും കാണും ഫോണിൽ, വിത്ത് മൈക്കും വിത്തൗട്ട് മൈക്കും. അപ്പോൾ പിന്നെ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ഇനിയൊരു പ്രൊജക്റ്റിൻ്റെ അൺബോക്സിങ് ചെയ്യണമെന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് വരാനുണ്ട്. അപ്പം ലൈക്ക് ദിസ് വീക്ക് ഇത് മാത്രമേ ഉള്ളൂ. കാരണം എനിക്ക് ഇനിയിപ്പോൾ 2 ദിവസം ഷിഫ്റ്റാണ്. ഷിഫ്റ്റിൻ്റെ ഇത് ഞാൻ എടുത്തിട്ട് ഓൾറെഡി. അപ്പം എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഗൈസ്, ദിസ് മീ അരവിന്ദ് സൈനിങ് ഓഫ്. ബൈ. ഗൈസ്, ഇപ്പം നിങ്ങൾ കേൾക്കുന്നതാണ് മൈക്കും ഇതൊന്നും ഇല്ലാതുള്ള ഇത് സൗണ്ട്. ഇനിയും ഞാൻ മൈക്ക് എടുത്ത് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ സൗണ്ട് എങ്ങനെയുണ്ടെന്നും കൂടെ ഒരു കമ്പാരിസൺ ഇട്ടേക്കാം. മൈക്ക് കമ്പാരിസൺ. ഇത് നിയർ മൗത്ത് ഇച്ചിരി ഡിസ്റ്റൻസ് വെച്ചിട്ട് ഇതിനൊരു 8 ഇഞ്ച് എന്നാണ് പ്രോപ്പറായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് 8 ഇഞ്ച് താത്ത് നോക്കട്ടെ. ഓക്കെ, ഇതിപ്പോൾ 8 ഇഞ്ചോളം താത്ത് ചിന്നിൻ്റെ അവിടെ നിന്ന്. ഇതാണ് വിത്ത് മൈക്ക് കമ്പാരിസൺ.